നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളും കോടതിയിൽ ഏറ്റുപറഞ്ഞത് തങ്ങൾ നിരപരാധികളാണെന്നാണ്. കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കുറ്റവിമുക്തരാക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടത്. ശിക്ഷ വിധിക്ക് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരാഞ്ഞപ്പോഴാണ് പ്രതികൾ കോടതിയോട് ഇങ്ങനെ പറഞ്ഞത്. ജഡ്ജി ആദ്യം വിളിച്ചത് പൾസർ സുനിയെയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പൾസർ സുനി പറഞ്ഞു. കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാർട്ടിൻ എത്തിയത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മാർട്ടിൻ പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന് 5.5 വർഷം ജയിലിൽ കിടന്നു. പ്രായമായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത്. താൻ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. തന്റെ നിരപരാധിത്വം മനസ്സിലാക്കി ജയിൽ മോചിതനാക്കണമെന്നും മാർട്ടിൻ പറഞ്ഞു. താൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഭാര്യയും 2 കുട്ടികളും ഉണ്ടെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും മണികണ്ഠൻ പറഞ്ഞു. മറ്റ് പ്രതികളും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 6 വരെ പ്രതികളായ NS സുനിൽ, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് തിങ്കളാഴ്ചയാണ് കോടതി കണ്ടെത്തിയത്. കുറ്റവിമുക്തനാക്കിയതിനാൽ കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായില്ല. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ കുറഞ്ഞത് 20 വർഷം കഠിന തടവോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. ശിക്ഷ പ്രഖ്യാപിച്ച ശേഷമേ വിധിപ്പകർപ്പ് കിട്ടൂ. ദിലീപ് അടക്കമുള്ളവരെ എന്തുകൊണ്ട് കുറ്റവിമുക്തരാക്കിയെന്നത് ഉത്തരവ് പുറത്തു വന്നാലേ വ്യക്തമാകൂ. ഉത്തരവ് പുറത്തു വന്നാലുടൻ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് വിവരം. യഥാർത്ഥ കുറ്റവാളി പൾസർ സുനിയെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു.